ചേട്ടാ ഇങ്ങോട്ട് വാ. ഈ ചേട്ടൻ എത്ര തന്നെ വിളിക്കുവാ? ഓ ഞാൻ വരുവാടി കളിക്കാൻ. ആ ഇറങ്ങണ നീ, നമുക്ക് മുറ്റത്ത് കളിക്കാം. അല്ല ചേട്ടാ നമ്മൾ എന്താ കളിക്കും? ഇപ്പൊ എന്ത് കളിക്കണം നമ്മള്? നീ എന്നെ ആലോചിക്ക്. ഹായ് ദേ നല്ലൊരു പച്ച കളറിലെ കുപ്പി കിടക്കുന്നു. എന്താണ് നീ പറയണേ? ചേട്ടൻ പറഞ്ഞോട് തിരിഞ്ഞു വെച്ചിട്ടേ. പുറയിലെന്താ? പുറയിലാണ് നല്ലൊരു രസമുള്ള ഒരു പച്ച കളറിലെ കുപ്പി. ആ ശരിയാണല്ലോ, നല്ല രസമുണ്ട് കാണാൻ. ചേട്ടൻ നമുക്ക് കുപ്പി എടുക്കാം. ആ നീ എടുക്ക് ചെന്നിട്ട്. ചേട്ടാ ആ കുപ്പി എന്റെ കയ്യിലിരിപ്പുണ്ട്, നോക്കിക്കേ. എടി നല്ല രസമുണ്ടല്ലോ ഈ കുപ്പി. ചേട്ടൻ നോക്കി വീടിന്റെ അകത്ത് ഉണ്ടാക്കാത്. അയ്യോ വീടിന്റെ അകത്ത് കയറ്റണ്ടേ? എന്താ ചേട്ടാ വീടിന്റെ അകത്ത് കയറ്റിയാ? ചിലപ്പോ കുപ്പിക്കത്ത് വല്ല പ്രേതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് വീടിനകത്ത് വരുമ്പോ ആ പ്രേതം ഇറങ്ങി വരത്തില്ല ഇതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ. ഒന്ന് പോ ചേട്ടാ, പ്രേതമൊന്നും ഇല്ല ഇതിന്റെ അകത്ത്. ചേട്ടൻ കൊണ്ട് വന്ന് നമുക്ക് നമ്മുടെ ഷോക്കേസ് കൊണ്ടുവെക്കാം നമ്മുടെ ബെഡ്റൂമിലെ. ഏടി എനിക്ക് പേടിയാടി. അയ്യോ അയ്യേ ചേട്ടൻ എന്തൊരു പേടിയാ? ഞാൻ പെണ്ണായിട്ട് എനിക്കൊരു പേടിയില്ല. ചേട്ടനാണായിട്ട് എന്തോ പേടിയാ. ചേട്ടൻ ഇങ്ങോട്ട് വന്നാലേ ചേട്ടൻ ഇവിടെ ഞാൻ കൊണ്ട് വെച്ചിട്ട് വരാം. ഓ ഇവിടെ പോലെ അൻസറിന് ഇല്ലാത്തവള് വേറെ എവിടെ കാണത്തില്ല. ഓ എന്റെ അനിയത്തി തന്നെ ആയല്ലോ. അല്ലടെ കുപ്പി എന്തിനാ അകത്തോട്ട് വെച്ചോ? ആ നമ്മുടെ ഷോക്കേസിന് ഇവിടെ കൊണ്ട് വെച്ചു നമ്മുടെ ബെഡ്റൂമിലെ. നീ എന്തെങ്കിലുമൊക്കെ ചെടി. ഓ ചേട്ടൻ അസൂയായിരുന്നു, എനിക്ക് തന്നെ നല്ല നല്ല രസമുള്ള കുപ്പി കിട്ടിയപ്പോ ചേട്ടന് കിട്ടാത്തോണ്ട്. പിന്നെ അസൂയ എന്താ ചേട്ടന്റെ കുപ്പിയാണോ? എനിക്കൊന്നും വേണ്ട നിന്റെ കുപ്പി. നീ തന്നെ എടുത്തോ. നീ തന്നെ കണ്ടുപിടിച്ച കുപ്പിയല്ല. അപ്പൊ അതിനകത്ത് പ്രേതം ഇറങ്ങി വരുമ്പോ നിന്നെ തന്നെ ശരിയായിക്കോളും. അപ്പൊ എന്നെ ഒന്നും ചെയ്യത്തില്ല. ഞാനല്ലോ എടുത്ത് എളുത്താളെ തന്നെ പ്രേതം ശരിയായിക്കോളും. പിന്നെ പ്രേതം ഭൂതം. ആ പ്രേതം ഭൂതമൊക്കെ രാത്രി വരുന്ന കണ്ടോണം. അപ്പൊ പേടിച്ച് അയ്യോ ചേട്ടാ ദേ ചേട്ടൻ പറഞ്ഞ പ്രേതം ഇറങ്ങി വരുന്നേ അയ്യോ എന്ന് പറയല്ലേ കേട്ടോ. നീ പോടെ ചേട്ടാ, ഞാൻ പോവാ. ദേ ഓളകത്ത് കയറിപ്പോയി, ഞാനും കൂടെ ഇനി അകത്തോട്ട് കയറിപ്പോ. A few moments later. എനിക്കൊന്നും ഒട്ടും ഉറക്കം വരുന്നില്ല ഈ കുപ്പിയുടെ ഭംഗി കണ്ടിട്ട്. ഓ ചേട്ടനൊക്കെ എപ്പോഴാണെന്ന് ഉറങ്ങി. പോത്ത് വെട്ടി എന്റെ കിടക്കണ കാലേ കിടക്കുന്ന ചേട്ടൻ. ഓ ഞാൻ ഈ എടുത്തോണ്ട് വന്ന കുപ്പിക്ക് എന്തൊരു ഭംഗിയാ. എനിക്ക് ഇത് കണ്ടിട്ട് ഒട്ടും ഉറക്കം വരുന്നില്ലെന്ന്. ഇനി ഏതെങ്കിലും കിടന്ന് ഉറങ്ങാം. കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ ഈ കുപ്പിക്കകത്ത് പെട്ടിരിക്കുമായിരുന്നു. ഈ വീടിൻ്റെ അകത്ത് കയറിയപ്പം എനിക്ക് മോചിതയാകാൻ പറ്റി. ഇവരെല്ലാവരെയും ഞാൻ ശരിയാക്കും. ആദ്യം ഇവിടുത്തെ വീട്ടിലെ പാത്രങ്ങളെല്ലാം തല്ലി പൊട്ടിക്കാം. ആദ്യം തല്ലി പൊട്ടിക്കുമ്പോൾ ഈ കുപ്പി 50 വർഷമായിട്ട് ഞാൻ ഈ കുപ്പിക്കകത്ത് ട്രാപ്പായി കിടന്നേ. ഈ കുപ്പിയെ ആദ്യം പൊട്ടിക്കാം. ഇനി ഞാൻ അടുക്കളയിലെ ഒരു സാധനമാണ് നശിപ്പിക്കാൻ പോവാ. മിക്കവാറും ഏതെങ്കിലും എലിയുടെ പണിയായിരിക്കും തല്ലി പൊട്ടിച്ചത്. അടുക്കളയിൽ നിന്ന് മുമ്പ് ചില്ലൊക്കെ തല്ലി പൊട്ടിയ സൗണ്ട് കേട്ട് മിക്കവാറും ഏതെങ്കിലും എലിയുടെ പണിയായിരിക്കും. ആ എലി ഞാനൊന്ന് തുരത്ത് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ചെന്ന് നോക്കട്ടെ. എലി ഇപ്പൊ തന്നെ അവിടെ കാണുമായിരിക്കും ചിലപ്പോ. ആ എലി പോകുന്നതിന് പെട്ടെന്ന് ചെല്ലടയാണെന്ന്. ഇന്നത്തോടെ എലിയുടെ അവസാനമാണ്. ഇവിടെ ഒന്നിട്ട് എലിയെ ഒന്നും കാണുന്നില്ലല്ലോ. ഒരു പ്ലേറ്റ് ഒരു കപ്പും തല്ലി തകർത്തിട്ടേക്ക് മാറോ. ഇവിടെ എലി വന്നെന്ന് പറയുന്ന ഒരു ക്ലൂ പോലും ഇല്ലല്ലോ. പിന്നെ ആരാ ഇത് തല്ലി പൊളിച്ചിട്ട്? എന്റെ അമ്മയെ ഓടിക്കോ, എനിക്ക് പേടിയാ. The next day. ഓ ഇനി ചോറും കറിയൊക്കെ ഒന്ന് വെക്കട്ടെ. ഞാൻ ഏതോ ഒരു കട്ടിയുള്ള സാധനത്തിൽ ചവിട്ടിയത് പോലെ തോന്നുന്നു. ദേ പ്ലേറ്റ് നിലത്ത് വീണ് പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നു. ഇതാരുടെ പണിയായിരിക്കും? മിക്കവാറും എലിയുടെ തന്നെ പണിയായിരിക്കും, അല്ലേ വേറെ ആരാ? ഈ എലിയെ കൊണ്ട് എന്തൊരു കഷ്ടം. ഒരു പ്ലേറ്റ് താഴെ ഇട്ട് പൊട്ടിച്ചേക്കുന്നു. അതെ ഒരു കപ്പോടെ എലി തല്ലി താഴെ ഇട്ട് പൊട്ടിച്ചേക്കുന്നു. ഓ എന്തൊരു കഷ്ടം അത്. അയ്യോ പറഞ്ഞാലും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന കോഫി കപ്പ് അല്ലായിരുന്നു. അയ്യോ അത് പൊട്ടിപ്പോയോ? ഉയ്യോ അവർ കുറെ വിഷമിക്കുമല്ലോ അപ്പൊ ഇത് കാണുമ്പം. ഇന്ന് രാത്രി ഞാൻ ആ എലിയെ പിടിച്ചിട്ട കാര്യമുള്ളൂ. എന്നിട്ട് ഏതെങ്കിലും കാട്ടി തുറന്നു പിടിക്കാൻ. അവിടെ ഓരോ സാധനങ്ങളൊക്കെ തിന്ന് ജീവിക്കട്ടെ, അവിടുത്തെ ഓരോ പഴങ്ങളൊക്കെ. അതാകുമ്പോൾ കാട്ടി കൊണ്ടുവിട്ടെ എനിക്ക് സമ്മാനത്തോടെ ജീവിക്കാം. അതാകുമ്പോൾ ഞങ്ങൾക്ക് സമ്മാനത്തോടെ ജീവിക്കാം. ഇന്ന് എന്തായാലും ആദ്യം ആ എലിയെ കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് വെച്ചിട്ട് എന്നിട്ട് ഏതെങ്കിലും കാട്ടി കൊണ്ടുവിടണം. എലി ഒന്നും ചെയ്യത്തില്ല, കാട്ടി കൊണ്ടുവിടും, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് എല്ലാം ഇഷ്ടമുള്ള ഏതോ അറിയട്ടെ. ഇന്ന് രാത്രി പിടിച്ചിട്ട കാര്യമുള്ള ആ എലിയെ. അയ്യോ പ്ലെയിൻ വന്ന് വീട്ടിൽ എന്താ അടുത്തുമ്പോ നീ പറയുന്നത്? വീട്ടിന്റെ അവിടേക്ക് പ്ലെയിൻ വന്ന് വിടണോ? വീടിന്റെ അടുത്ത് പ്ലെയിൻ എത്തി അതേ സൗണ്ട് കേട്ട്. തൊട്ടടുത്ത് എത്തിയ സൗണ്ട് കേട്ട്. എടേ ഞാനാണെങ്കിലേ എഴുന്നേറ്റപ്പോ കോട്ട സൗണ്ടാ പ്ലെയിനിന്റെ സൗണ്ട് ഒന്ന് കേട്ടെ. ഞാൻ കോട്ട ഇട്ട് എഴുന്നേറ്റ സമയത്ത് ആ സൗണ്ടാ നീ പ്ലെയിനാന്ന് വിചാരിച്ചേ. ഓ അപ്പൊ ചേട്ടന്റെ പരിപാടിയാണ്. ഞാൻ പേടിച്ച് വിറച്ച്. ഓ
അല്ലടി നിന്റെ കുപ്പി എന്തീ? ഓ ആ കുപ്പിയെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതന്നെ നല്ലത്. ഞാൻ അത് എന്നാലും ചില്ലൊക്കെ തല്ലി പൊടിക്കുന്ന സൗണ്ട് കേട്ട് എഴുണ്ട് നോക്കുമ്പോഴേ എന്റെ കുപ്പി കാണുന്നില്ല. ഇത് താഴോട്ട് നോക്കുമ്പോഴേ താഴെ കിടന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കുപ്പി. പൊട്ടിപ്പൊളിഞ്ഞോ? സത്യമാണോ? ആ അതാ ചേട്ടാ, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കുപ്പി. ഞാൻ താഴോട്ട് നോക്കിയപ്പം എലിയാന്ന് തോന്നുന്നു. പിന്നെ ചേട്ടാ ഞാൻ അടുക്കള ചെന്ന് നോക്കിയപ്പോഴേ ഒരു പ്ലേറ്റും പിന്നെ ഒരു കപ്പും പൊട്ടി കിടക്കുന്നു. അത് വേറെ ആരും കപ്പല്ല, ചേട്ടന്റെ കോഫി കുടിക്കുന്ന കപ്പാ പൊട്ടി കിടക്കുന്നത്. അയ്യോ, എന്റെ കോഫി കുടിക്കുന്ന കപ്പ് പൊട്ടിപ്പോയോ? ആ അതാ ചേട്ടാ, ഞാൻ താഴോട്ട് നോക്കിയപ്പോ പൊട്ടി കിടക്കുന്നവിടെ. അയ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പായിരുന്നു. എലി ഞാൻ ശരിയാക്കുന്നുണ്ട്. അല്ലോടി നിന്റെ കുപ്പി താഴെയിട്ട് പൊട്ടിച്ചാര എലിയാണോ? എലിയാണോ എന്താന്ന് എനിക്കറിയത്തില്ല. എലിയായിരിക്കും, അല്ല വേറെ ആരാ. മക്കളെ വാ കഴിക്കാം. ചേട്ടാ കഴിക്കാൻ അമ്മൂമ്മ വിളിക്കും, നമുക്ക് പോയി കഴിക്കാം വാ. എല്ലാത്തിനും ഞാൻ ശരിയാക്കി കൊടുക്കാം. എനിക്കൊന്ന് ആ കൂടെ വിഷമം വരുന്ന കുപ്പി നല്ലതുപോലെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ആ മുമ്പേ കുപ്പി പൊട്ടിപ്പോയില്ല, എലി തല്ലി താഴോട്ട് പൊട്ടിച്ചില്ലേ. ആ പൊട്ടിപ്പോയ കുപ്പി ദേ പറന്നു വരുന്നു. എന്താ മോളെ, നിനക്ക് ഈ കുപ്പി വേണോ? മോളെ പേരൊന്നും ചോദിക്കാതെ ചോദിച്ചതിന്റെ ഉത്തരം പറയൂ. എന്താണ് ചുമ്മാ നീ ബഹളം വെക്കുന്നേ? പ്രേതം എവിടെ? ചേട്ടാ ഞാനാണ് ഇങ്ങോട്ട് വന്നേ, അപ്പോഴാണെങ്കിൽ ആ പൊട്ടിപ്പോയ പച്ച കളറിന്റെ കുപ്പി എവിടെ ആകാശത്ത് നിൽക്കുന്നത്. എന്നിട്ട് എവിടുന്ന് ഒരു സൗണ്ട് കേട്ട്, മോളെ നിനക്ക് ഈ കുപ്പി വേണോ? അപ്പൊ ഞാൻ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. അപ്പൊ ആ പ്രേതം പറഞ്ഞ് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറയും മോളെ. അപ്പൊ ഞാൻ കുറെ വിളിച്ചു പോയി. പ്രേതം നിനക്ക് തോന്നിയതായിരിക്കും തുമ്പി. തോന്നിയതൊന്നും അല്ല ചേട്ടാ, ഞാൻ നേരിട്ട കുപ്പി കണ്ടത്. ഇപ്പൊ ആ കുപ്പി കാണുന്നില്ല അവിടെ. ഇത് ഏതോ ഒരു പ്രേതത്തിന്റെ കളി തന്നെ ഉറപ്പാ. എടി നീ എടുത്തോണ്ട് കുപ്പിക്കകത്തുള്ള പ്രേതമല്ലാണോ ഇത്? ആ കുപ്പി തല്ലിപ്പൊടിച്ചും പിന്നെ അടുക്കളയിൽ നമ്മുടെ കപ്പും പിന്നെ പ്ലേറ്റൊക്കെ തല്ലിപ്പൊടിച്ച പ്രേതമായിരിക്കും ഇനി ആ കുപ്പിക്കകത്തുള്ള പ്രേതം. കുപ്പിക്കകത്ത് പ്രേതമൊന്നുമില്ല, ഇത് വേറെ ഏതോ ഒരു പ്രേതമാ. എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? ആർക്കറിയത് ഏത് പ്രേതമാണ്? എനിക്ക് 100% ഉറപ്പാ ആ കുപ്പിക്കകത്തുള്ള പ്രേതം ഇവിടൊക്കെ നടക്കുന്നത്. നിന്നെ സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിച്ചേ. ഇവളോട് ഞാൻ അകന്ന് പറഞ്ഞത് ആ കുപ്പി എടുക്കരുതെന്ന്. ആ കുപ്പി എടുത്ത് അകത്ത് വെച്ച് അതിനകത്തൊന്നും ആ പ്രേതം പുറത്ത് കളിയുന്നത്. അതിനകത്തിരിക്കുന്ന പ്രേതം എനിക്ക് 100% ഉറപ്പാ. അതിനകത്ത് പ്രേതമുണ്ട്. ആ പ്രേതം ഇപ്പൊ പുറത്ത് കടിയിട്ട് ആ കുപ്പിയൊക്കെ തല്ലിപ്പൊടിച്ച് പിന്നെ അടുക്കളയിലെ ആ കപ്പും പിന്നെ പ്ലേറ്റൊക്കെ തല്ലിപ്പൊടിച്ച് ആ പ്രേതം തന്നെയാണ് ആ കുപ്പിക്കകത്തിരിക്കുന്ന പ്രേതം. എനിക്ക് ഉറപ്പാ. നീ പൊടി തുമ്പി, ആ പ്രേതം തന്നെയാ. ഇപ്പൊ നിന്നോട് സംസാരിച്ച ആ പ്രേതം കുപ്പിക്കകത്തുള്ള പ്രേതമാ. നമ്മൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 5 വർഷമായി. ഇതിന്റെ ഏതൊരിടയ്ക്ക് എലി ഇങ്ങനെ പാത്രമൊക്കെ തല്ലി താഴെയിട്ട് പൊട്ടിച്ചിട്ടുണ്ടോ? പറഞ്ഞാലും വാർത്ത വീട്ടിൽ എങ്ങനെ എലി കയറുന്നേ? മൊത്തം അടച്ചിട്ട് ജനാലെ എല്ലാം അടച്ചിടും, ഒരു ഹോള് പോലും ഇല്ലാതെ കയറുന്നത്. അതെങ്ങനെയാ? എനിക്ക് 100% ഉറപ്പാ ആ പ്രേതം കുപ്പിക്കകത്തുള്ള പ്രേതം. അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതെങ്കിലും പ്രേതം. എന്തായാലും എലിയല്ലേ പൊട്ടിച്ചത്. ചേട്ടൻ പറയുന്നത് ശരിയാന്ന് തോന്നുന്നു, ആ കുപ്പി പ്രേതമാണെന്ന് തോന്നുന്നു. ഓ നീ ഇപ്പൊ എന്നെ മനസ്സിലാക്കിയല്ലോ, നീ സമാധാനമായി. ചേട്ടൻ നമുക്ക് കുറച്ചേരം പുറത്തു പോയി കളിക്കാം, അകത്തിരുന്ന് ചൂടെടുക്കുക. ആ ശരിയാണ്, പുറത്തു പോവാ.